ഹായ്, സുഖമാണോ? ഈ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവും, എനിക്കറിയാം. എങ്കിൽ അതിവിടെ എന്തിനാ ഞാൻ പറയുന്നതെന്നുള്ളത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സമ്പാദ്യ പദ്ധതികളെ കുറിച്ചാണ്. നിങ്ങളിൽ എല്ലാവർക്കും അല്ലെങ്കിൽ മുഴുവൻ പേർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള സമ്പാദ്യശീലം ഉണ്ടായിരിക്കും. എന്നാൽ അത് കൃത്യമായിട്ട് ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടെ നിങ്ങൾ സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പണം സേഫായിട്ട് ഇരിക്കുക മാത്രമല്ല, അത് ഗ്രോ ചെയ്യുകയും ചെയ്യും. ചില ആളുകൾ ഒരു ഒരു തുക ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് അതവിടെ സേഫ് ആണെന്നും പറഞ്ഞിട്ട് ഇരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവരുടെ പണം സേഫ് ആയിരിക്കും, പക്ഷെ ആ പണം ഗ്രോ ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. എന്നാൽ നേരെ മറിച്ച് നിങ്ങളത് SIP-യിൽ ഇട്ട് എന്താ ഗ്രോ ചെയ്യിക്കാൻ നോക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ അവിടെ മറ്റ് ചില റിസ്ക് ഫാക്ടേഴ്സ് കൂടെ ഉണ്ട്. അപ്പം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് സ്കീമുകളെ കുറിച്ചാണ്. നിങ്ങൾ എല്ലാവരും പോസ്റ്റ് ഓഫീസ് സേവിങ് സ്കീമുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇപ്പം ഞാൻ മുകളിൽ പറഞ്ഞ പോലെ നിങ്ങളൊരു തുക നിക്ഷേപിച്ച് അത് ഗ്രോ ചെയ്യിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന ചില കാര്യങ്ങൾ കൂടി ഒന്ന് ചെയ്യുക. ആദ്യം പോസ്റ്റ് ഓഫീസിൻ്റെ മന്ത്ലി ഇൻകം സ്കീം. അതായത് നിങ്ങൾ ഈ സ്കീമിൽ ഇതൊരു മികച്ച സേവിങ് സ്കീമാണ്. ഇതിലൂടെ അതായത് നിങ്ങൾ ഇതിൽ ഒറ്റത്തവണ ഒരു വലിയൊരു തുക നിക്ഷേപിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസവും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ലഭിച്ചുകൊണ്ടിരിക്കും. ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ തന്നെയാണ്. ഒറ്റത്തവണയായിട്ട് നിക്ഷേപം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് നിങ്ങൾ 5 ലക്ഷം രൂപ PMIS-ൽ നിക്ഷേപിച്ചെന്ന് കരുതുക. ഇതിൻ്റെ കാലാവധി 5 വർഷമാണ്. 5 വർഷത്തേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിലവിലെ ഇൻട്രസ്റ്റ് റേറ്റ് 7.4%. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മാസം മാസം 3083 രൂപയാണ് ലഭിക്കുന്നത്. സോ ഈ 3083 രൂപ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ്. സോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചിലവഴിക്കാം. അതായത് മാസം മാസം നിങ്ങൾക്ക് ഇൻകം പോലെയാണ് ഈ തുക വരുന്നത്. ഇനി ഈ ഇൻകം നിങ്ങൾക്ക് 5 വർഷം വരെ, 5 വർഷ കാലാവധിയാണ്. ആ 5 വർഷം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഈ 3083 രൂപ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് അത് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. ഇനി നിങ്ങൾ ഈ പണം ഗ്രോ ചെയ്യിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവേത് നിങ്ങളത് വിഡ്രോ ചെയ്യരുത്. അത് അവിടെ തന്നെ സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതേസമയം PPF അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. PPF എന്താണെന്നുള്ളത് പലർക്കും അറിയുണ്ടാവും. എങ്കിൽ പോലും ഞാൻ ഒന്നുകൂടെ പറയാം. PPF എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇതും പോസ്റ്റ് ഓഫീസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു മികച്ച സ്കീമാണ്. ഇതിനെ റിട്ടയർമെൻറ്റ് സ്കീമെന്നും ചിലർ വിളിക്കാറുണ്ട്. കാരണം ഇത് 15 വർഷ കാലാവധിയിലേക്ക് ആണ് ഇതിൽ നിക്ഷേപം നടത്തുന്നത്. അപ്പം ജോലിയുള്ള ആളുകളൊക്കെ പൊതുവെ സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സെലക്ട് ചെയ്യുന്ന ഒരു സേവിങ് സ്കീം തന്നെയാണ് PPF. 15 വർഷം എന്ന് പറയുന്ന ഒരു ലോക്ക്ഡ് പീരീഡ് ആയിരിക്കും. അതായത് ഈ 15 വർഷം കംപ്ലീറ്റ് ആയാൽ മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത തുക പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ വിത്ത് ഇൻട്രസ്റ്റ് എമൗണ്ട്. എല്ലാ വർഷവും 1.5 ലക്ഷം രൂപ വരെ മാത്രമേ PPF-ൽ നിക്ഷേപിക്കാൻ സാധിക്കുള്ളൂ. സോ നിങ്ങൾക്ക് മന്ത്ലി ആണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഏത് രീതിയിലും നിങ്ങൾക്ക് PPF-ൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഈ രണ്ട് നിക്ഷേപങ്ങളെക്കുറിച്ചും പറഞ്ഞതിൻ്റെ ഒരു സത്യാവസ്ഥയിലേക്ക് ഞാൻ എത്താം. ആദ്യം നമ്മൾ PMIS-ൽ 5 ലക്ഷം രൂപ നിക്ഷേപിച്ചു. അത് എല്ലാ മാസവും നമുക്ക് ഇൻട്രസ്റ്റ് എമൗണ്ട് ആയിട്ട് 3083 രൂപ നൽകുന്നുണ്ട്. 1,84,980 രൂപയാണ് മൊത്തം 5 വർഷം കൊണ്ട് ഈ PMIS-ൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട്. അതായത് 5 ലക്ഷത്തിന് പുറമെ കിട്ടുന്ന തുകയാണ് ഞാൻ ഈ പറഞ്ഞത്. സോ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന ഈ ഇൻട്രസ്റ്റ് തുക നിങ്ങൾ നേരിട്ട് PPF-ൽ ഇൻവെസ്റ്റ് ചെയ്യുക. PPF-ൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എക്സ്ട്രാ നിങ്ങൾ വേറൊരു എമൗണ്ട് അല്ല എടുക്കുന്നത്. 5 ലക്ഷത്തിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് തുക തന്നെയാണ് മറ്റൊരു നിക്ഷേപത്തിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുന്നത്.
ഓരോ വർഷവും 36,996 രൂപയായിട്ടാണ് PPF-ൽ നിക്ഷേപിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് PMIS-ന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് നിങ്ങൾക്ക് നേരെ PPF-ലേക്ക് നിക്ഷേപിക്കാം. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇൻട്രസ്റ്റ് തുകയിൽ നിന്ന് നിങ്ങൾക്ക് മറ്റൊരു നിക്ഷേപത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സേവിങ് സ്കീമിലേക്ക് ഇത് തുക നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് അഡീഷണൽ ഇൻട്രസ്റ്റ് എമൗണ്ടും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PPF 15 വർഷത്തേക്കാണല്ലോ, PMIS 5 വർഷം മാത്രമല്ലേ ഉള്ളൂ എന്നൊരു സംശയം പലർക്കും ഉണ്ടാവും. അതും കൂടെ ഞാൻ വ്യക്തമാക്കി തരാം. അതായത് PMIS നിങ്ങൾ 5 വർഷം പൂർത്തിയാക്കണം. അതിൻ്റെ ടെന്യൂർ പൂർത്തിയാവുമ്പോൾ നിങ്ങൾ ആ 5 ലക്ഷം രൂപ വിത്ഡ്രോ ചെയ്യണം. എന്നിട്ട് വീണ്ടും അടുത്തൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ 5 ലക്ഷം തന്നെ വീണ്ടും PMIS-ൽ നിക്ഷേപിക്കുക. ഇത്തരത്തിൽ 2 തവണ കൂടെ നിങ്ങൾ ചെയ്യുക. അപ്പം മൊത്തം 15 വർഷം 15 വർഷത്തെ കാലാവധി നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. സോ ഈ 15 വർഷം കൊണ്ട് നിങ്ങൾക്ക് PMIS-ന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് നിങ്ങൾക്ക് PPF-ൽ ഡയറക്റ്റ് നിക്ഷേപിക്കാം. സോ PPF-ൽ മൊത്തം ആ ഒരു എമൗണ്ട് നിക്ഷേപിക്കുകയും ചെയ്യും. അതിൽ നിന്ന് ഒരു നല്ലൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. 3083 രൂപയാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എമൗണ്ട് ആയിട്ട് ഒരു മാസം കിട്ടുന്നത്. ഇത് 5 വർഷമല്ല, 15 വർഷം കൊണ്ട് മൊത്തം 5,54,940 രൂപയാവുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ 5 ലക്ഷമാണ് PMIS-ൽ ഇൻവെസ്റ്റ് ചെയ്തത്. അതിലും കൂടുതൽ എമൗണ്ട് 15 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എമൗണ്ട് ആയിട്ട് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ തുക നിങ്ങൾ PPF-ലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അതായത് നിങ്ങൾ 5 ലക്ഷം രൂപ നിങ്ങളെ കയ്യിൽ നിന്ന് എടുത്ത് നിങ്ങൾ ഒരു നിക്ഷേപത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു. സോ നിങ്ങൾ അതിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് എമൗണ്ട് മറ്റൊരു സേവിങ് സ്കീമിലിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് വലിയൊരു, അതായത് ആ ഒരു നിക്ഷേപം മാത്രം എന്താ നിങ്ങളെ കയ്യിൽ നിന്ന് എടുത്ത എമൗണ്ടിനേക്കാൾ കൂടുതലായി വളർന്നു. ഇനി അതിൽ നിന്ന്, അതായത് PPF-ൽ നിന്ന് ഈ നിക്ഷേപത്തിന് പുറമെ എത്ര രൂപ വരെ ഇൻട്രസ്റ്റ് എമൗണ്ട് ആയിട്ട് ലഭിക്കുന്നു എന്ന് നോക്കണ്ടേ? കാരണം PPF കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് വാഗ്ദാനം ചെയ്യുന്നത്. സോ അതിൽ നിന്ന് നിങ്ങൾക്ക്, അതായത് ഈ പറഞ്ഞ തുകയ്ക്ക് എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് എമൗണ്ട് ആയിട്ട് ലഭിക്കുന്നതെന്ന് കൂടെ നോക്കാം. നിലവിലെ ഇൻട്രസ്റ്റ് റേറ്റ് 7.1%. സോ അത് പ്രകാരം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മൊത്തം നിങ്ങൾക്ക് ലഭിക്കുന്ന അതായത് കാലാവധി പൂർത്തിയാവുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ വരെ PPF-ൽ നിന്ന് ലഭിക്കും എന്നുള്ളതും കൂടെ ഒന്ന് പരിശോധിക്കാം. ഇവിടെ PPF-ൽ 15 വർഷത്തെ മൊത്തം നിക്ഷേപ തുക എന്ന് പറയുന്നത് 5,54,940 രൂപയാണ്. അതായത് PMIS-ൽ നിക്ഷേപിച്ച 5 ലക്ഷത്തിനേക്കാൾ കൂടുതലാണ് PPF-ലെ മൊത്തം നിക്ഷേപ തുക. സോ ഈ 15 വർഷം കൊണ്ട് നിങ്ങളെ നിക്ഷേപത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന മൊത്തം ഇൻട്രസ്റ്റ് തുക എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4,48,443 രൂപയാണ്. അപ്പം അതായത് POMS-ൽ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അതായത് മൊത്തം നിങ്ങൾക്ക് കിട്ടുന്ന മെച്യൂരിറ്റി തുക എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതായത് 5 ലക്ഷത്തിനേക്കാൾ ഇരട്ടി തുകയാണ് നിങ്ങൾക്ക് ടോട്ടൽ ലഭിക്കുന്നത്. അതായത് കാലാവധി പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് PPF-ൽ നിന്ന് ലഭിക്കുന്ന മൊത്തം തുക എന്ന് പറയുന്നത് 10,03,383 രൂപയാണ്. സോ ഇത് ഡബിൾ ഇൻക്രീസ് ആണ് നിങ്ങളെ നിക്ഷേപത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് എമൗണ്ട്, അതായത് നിങ്ങൾ സേവ് ചെയ്യുന്ന മണി ഗ്രോ ചെയ്യേണ്ടത് ഇതുപോലെയാണ്. ആദ്യം നിങ്ങൾ പോസ്റ്റ് ഓഫീസിൻ്റെ PMIS സ്കീമിൽ നിങ്ങൾ വെറുതെ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു 5 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതാണ്. അത് അവിടെ സേഫായിട്ട് നിങ്ങൾ നിക്ഷേപിച്ചതേ ഉള്ളൂ. അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ് നിങ്ങൾ PPF-ൽ ഇൻവെസ്റ്റ് ചെയ്തത്. സോ നിങ്ങൾ ഈ 5 ലക്ഷം നിങ്ങൾ മുടക്കിയപ്പോൾ നിങ്ങൾക്ക് ഇരട്ടി തുകയായിട്ട് അത് വളരെയാണ് ചെയ്തത്. സോ
ഇത്തരത്തിൽ നിങ്ങളുടെ അതായത് നിങ്ങളുടെ ഇതാ ഇൻവെസ്റ്റ്മെൻറ്റ് വളരണമെങ്കിൽ ഇതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകൾ നിങ്ങൾ സ്വീകരിക്കണം. ഇവിടെ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസ് വാഗ്ദാനം ചെയ്യുന്ന സ്കീമുകളൊക്കെ വളരെ സേഫ് ആയിട്ടുള്ള റിസ്ക് എലമെൻറ്റ് വളരെ കുറവുള്ള സ്കീമുകളാണ്. സോ നിങ്ങൾ അത്തരത്തിലുള്ള സേവിങ് സ്കീമുകളാണ് തിരയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രാക്ടീസുകൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ എമൗണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഒരു തുക ഇതിലും ഇരട്ടിയായിട്ട് വളരും. ഇപ്പം ഇവിടെ POMISൽ ഒരാൾക്ക് 9,00,000 രൂപ വരെ അറ്റ് എ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അനുവാദമുണ്ട്. അത് ജോയിൻ്റ് അക്കൗണ്ട് ആയിട്ടാണെങ്കിൽ 15,00,000 വരെ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ജോയിൻ്റ് അക്കൗണ്ട് ആയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഈ 15,00,000ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 30,00,000ത്തിൽ കൂടുതൽ ഇത്തരത്തിൽ PPFലേക്ക് മാറ്റി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. സോ വളരെ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടെ തന്നെ നിങ്ങളുടെ പണം വളരാൻ ഉള്ള വെള്ളവും വളവും നിങ്ങൾ തന്നെ ഒഴിക്കുക. സോ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള 5,00,000 ഇപ്പം 10,00,000ത്തിന് മുകളിലായിട്ട് മാറിയത് കണ്ടില്ലേ? ഇത്തരത്തിൽ ഡബിളായിട്ട് പണം വളർത്തുക. സോ ഇതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് യൂസ്ഫുൾ ആയെന്നറിയില്ല എങ്കിലും ഇത്തരത്തിൽ ഇത്തരം മാർഗങ്ങൾ ഉപയോഗിച്ച് പണം ഗ്രോ ആവട്ടെ. സോ ഇപ്പോൾ പോയിട്ട് വരാം. ബൈ.